അടുത്തൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്നു. മണ്ണിടിച്ചിലുണ്ടായ കർണാടകയിലെ ശിരൂരിൽ ഡ്രഡ്ജർ എത്തിയതോടെ ഒരു മാസത്തിന് ശേഷം നാളെ ദൗത്യം പുനരാരംഭിക്കാൻ പോവുകയാണ്. അർജുൻ ഉൾപ്പെടെ കാണാതായവർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യ സംഘം ഇപ്പോൾ. രണ്ടു മാസമായി തുടരുന്ന തിരച്ചിൽ, വിവിധ സേനാ വിഭാഗങ്ങളും ശാസ്ത്രീയ പരിശോധനകളും അടങ്ങിയ ദൗത്യദിനങ്ങൾ, പ്രതികൂലമായ കാലാവസ്ഥയും ഗംഗാവലിപ്പുഴയിലെ ശക്തമായ അടിയൊഴുക്കും തീർത്ത അനിശ്ചിതത്വം. ഒടുവിൽ ശിരൂർ ദൗത്യം അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പുഴക്കടിത്തട്ടിലെ മണ്ണും കല്ലുകളും തടസ്സമായതിനെ തുടർന്ന് തെരച്ചിൽ നിർത്തി ഒരു മാസത്തിന് ശേഷമാണ് ഡ്രഡ്ജർ ഗോവ പോർട്ടിൽ നിന്നും ഷിരൂരിലേക്ക് എത്തിക്കുന്നത്. എങ്കിലും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ഫലമുണ്ടാകുമെന്നാണ് ദൗത്യസംഘത്തിന്റെ പ്രതീക്ഷ. ഗംഗാവലിപ്പുഴയിൽ നാവികസേന അടയാളപ്പെടുത്തിയിടത്തെ മണ്ണും കല്ലുകളുമായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് ആദ്യം നീക്കം ചെയ്യുക. തുടർന്ന് റഡാർ, ഡ്രോൺ പരിശോധനകളിൽ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലേക്ക് കടക്കും. പുഴയ്ക്കടിയിലെ മണ്ണ് നീക്കം ചെയ്താൽ ദൗത്യസംഘത്തിന് ആഴത്തിലുള്ള തിരച്ചിൽ സാധ്യമാകും. നാവികസേനയും ഈശ്വർ മാൽപെ സംഘവും ഇതിനായി ഏതു നിമിഷവും തയ്യാറാണ്. ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്ക് 3 നോട്ട്സിൽ താഴെയാണെന്നാണ് നാവികസേന നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. നിലവിൽ തിരച്ചിലിന് ശിരൂരിൽ കാലാവസ്ഥയും അനുകൂലമാണ്. 2 മാസം മുമ്പുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ 3 പേർ, അർജുൻ, ലോകേഷ്, ജഗന്നാഥ്, ഇവർക്ക് എന്തു സംഭവിച്ചുവെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കണം. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഷിരൂരിൽ നിന്ന് സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. അപ്പോൾ നാളെ മുതൽ ശിരൂരിൽ ദൗത്യം പുനരാരംഭിക്കുകയാണ്. ഒട്ടേറെ പേർ പ്രതീക്ഷയോടാണ് ദൗത്യത്തിനെ കാണുന്നത്.